ബാലരയിൽ തോക്കുണ്ട്, 2 തോക്കുണ്ട്. അത് ഒന്ന് ഇറങ്ങണാണ് സാധാരണ ചെറുത്, മറ്റേത് ഒറിജിനൽ. ബാലയ്ക്ക് 6ഉം 60ഉം ഒരേപോലെയാണ്. ബാലയ്ക്ക് 2012 ബാലര നോക്കിയറിയാം. ബാലര ഒരു റൂം മാത്രം ബാല തുറക്കുന്നില്ല. വൈ? പിന്നീട് ഇദ്ദേഹത്തിന്റെ കൈയിരിപ്പ് എല്ലാം കണ്ടപ്പോൾ ആ സാറൊന്ന് ലൈറ്റായിട്ട് മാറ്റിയിട്ട് ഞാൻ ബാലച്ചനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കുട്ടി ഉണ്ടാവില്ല. നമസ്കാരം, എന്റെ പേര് ലിജേഷ്. ഞാനൊരു റൈറ്ററാണ്. ഇപ്പോൾ റീസെന്റ് നമുക്കിടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എലിസബത്ത് ബാല ഇഷ്യൂവിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, 2022 ജൂൺ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2023 ബാലയുടെ സർജറി കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് ഡിസ്ചാർജ് ആകുന്ന വരെയുള്ള ഫുൾ കാര്യങ്ങൾ എനിക്കറിയാം. കാരണം ഞാൻ ജൂൺ തുടങ്ങി ബാലയെ പരിചയമുണ്ടെങ്കിലും പലതവണ കഥ പറയാനായിട്ട് ഇദ്ദേഹത്തിന്റെ അമൃതയുടെ അവിടെയുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെയാണ് ഞാൻ ആദ്യം കഥ പറയാൻ പോയിക്കൊണ്ടിരുന്നത്. ദെൻ ഞാൻ രണ്ടാമത് വന്നത് മെട്രോ പില്ലർ നമ്പർ 511 എന്ന നമ്പറിന് നേരെ മുമ്പിലായിട്ട് ധനലക്ഷ്മി അതികൂടെ ബാലര പുതിയൊരു ഫ്ലാറ്റ് ഉണ്ട്, പാലാരിവട്ടത്തെ ഫ്ലാറ്റ്. അവിടെ ഞാൻ പലവട്ടം കഥ പറയാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2022 സെപ്റ്റംബർ 19 ബർത്ത്ഡേക്ക് ഞാൻ ആ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, എനിക്ക് ഈ വ്യക്തിനെ അറിയാം, ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ എത്രമാത്രം ഭീഷണി വരും, ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അറിയാവുന്ന, എനിക്കറിയാവുന്ന ബാലയെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറേയേറെ സത്യങ്ങൾ, ചിലപ്പോൾ അത് എലിസബത്തിന് അറിയാവുന്നതായിരിക്കാം. അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ ജീവന് ഭീഷണി ഉണ്ടാവോ, എന്നെ ഇയാൾ വണ്ടി ഇടിച്ചു കൊല്ലോ, ഡ്രഗ് കേസിൽപ്പെടുത്തോ, അല്ലെങ്കിൽ പിന്നെ എന്താ കൊട്ടേഷൻ വെച്ച് കൊടുക്കോ, ഇതൊന്നും എനിക്കറിയില്ല. ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ വകവരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. ഈ ബാല നല്ല രീതിയിൽ കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മദ്യമായി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ATM കാർഡ് തന്ന് എന്താ ദേശമാനിയുടെ അടുത്തൊരു ബീവറേജ് ഉണ്ട്. ബീവറേജ് മീൻസ് ബീർ മാത്രമേ കിട്ടുള്ളൂ. അവിടുന്ന് ഡെയിലി ഒരു 30 ബീർ വെച്ചിട്ട് ഡെയിലി വാങ്ങി കുടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണത്. ഞാനും കുടിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അധികമല്ല, ഇയാൾ 5 കുടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ 1 കുടിക്കുകയായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി ഈ ഒരു കാര്യത്തിൽ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് വിടാണ്. ഓക്കെ, പിന്നെ ഈ പാലാരിവട്ടം ഫ്ലാറ്റില് ഞാൻ ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം ഞാൻ റീസെന്റ് ഇദ്ദേഹമായിട്ട് ഒരു അല്പം കൂടി ഒരു മാനസികമായ അടുപ്പം എനിക്ക് വന്നിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഞാൻ പുതിയ മുഖമൊക്കെ കാണുമ്പോൾ വളരെയധികം ആരാധിച്ചിരുന്ന, അതേപോലെ തന്നെ എന്താ പറയാ, മൊയ്തീൻ, അത്തരം സിനിമകളില് കളഭം, ഇദ്ദേഹത്തിനൊക്കെ വളരെ നല്ലൊരു ആക്ടറാണ്. ഞാൻ അദ്ദേഹത്തിന് ബാലസാർ എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ കൈയിരിപ്പ് എല്ലാം കണ്ടപ്പോൾ ആ സാറൊന്ന് ലൈറ്റായിട്ട് മാറ്റിയിട്ട് ഞാൻ ബാലചേട്ട എന്ന് ഞാൻ വിളിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് എന്നെക്കാളും പ്രായം കൂടുതലുണ്ട്, അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ടതാണ്, അദ്ദേഹം ഒരു ആക്ടറും കൂടിയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാനൊരു പടം ചെയ്യാൻ വേണ്ടി നടക്കുന്നതാണ്. എന്റെ കുറെ സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നടന്മാരുടെ അടുത്തും ചെറുതും വലുതുമായ നടന്മാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്, കഥ പറഞ്ഞിട്ടുണ്ട്, പല പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അത്തരത്തിലാണ് ഞാൻ ഈ ബാലയിലേക്ക് എത്തുന്നത്. ബാലയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഷഫീഖിന്റെ സന്തോഷം, ഒരു റെമ്യൂണറേഷൻ ഉണ്ണിമൂന്നിന്റെ ഫിലിമൊക്കെ ആയിട്ടുണ്ടായി. അതിലെ ക്യാമറമാൻ അദ്ദേഹത്തിന്റെ കെയറോഫിലാണ് ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ട് ബാലയുടെ അടുത്തേക്ക് എത്തുന്നത്. അതിനുശേഷം അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ എലിസബത്ത് ഒന്നുമില്ല. ഞാൻ ചെന്ന ആദ്യ കാലങ്ങളിലൊന്നും ഞാൻ എലിസബത്തിനെ കണ്ടിട്ടില്ല. എലിസബത്ത് ആ സമയത്ത് വീഡിയോസിലേക്ക് വരുന്നത്, എലിസബത്ത് എവിടെ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഒരുപാട് ഇതൊക്കെ വന്നിരുന്നു. എലിസബത്ത് വന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ 2022 ബർത്ത്ഡേയുടെ 2-3 ദിവസം മുമ്പ് ബാലയുടെ ഡ്രൈവറായിരുന്ന ജെയ്സൺ പോയി എലിസബത്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ്. കാരണം മാധ്യമങ്ങളൊക്കെ വരുന്നതല്ലേ, ബർത്ത്ഡേ അല്ലേ, ഭാര്യ എവിടെ എന്നൊരു ചോദ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം കൊടുന്നത് എന്ന് തോന്നുന്നു. അപ്പോഴും ഇദ്ദേഹത്തിനൊന്നും അറിയില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു ബാലയെ എനിക്കറിയുള്ളൂ. പിന്നീടാണ് ഞാൻ ഇദ്ദേഹത്തിന് പറ്റുക. അപ്പൊ ആദ്യം തന്നെ ഇദ്ദേഹം എന്നോട് പറയുന്നത്, എലിസബത്ത് ഒരു വട്ട് കേസാണ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ബർത്ത്ഡേയിൽ അന്ന് ഈ പറഞ്ഞ യൂട്യൂബ് ടീമുകൾ എല്ലാവരും പോയി ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കുട്ടി ഉണ്ടാവില്ല, എലിസബത്തിന് കുട്ടികൾ ഉണ്ടാവില്ല, അവരൊരു വട്ടാണ്, വട്ട്, ലൂസ്, ഇങ്ങനെയൊക്കെയാണ് എന്നെ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് ബാല പറയുന്നതല്ലേ എനിക്കറിയുള്ളൂ. എനിക്ക് എലിസബത്തിനെ അറിയില്ല. ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതും നിങ്ങൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. അപ്പൊ ഇവരിങ്ങനെ ചിത്രീകരിച്ചു. അതിനുശേഷം എലിസബത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ബാല എന്നെ വേഗം പിടിച്ചൊരു സൈഡിലോട്ട് പിടിച്ചു. അവള് കാണണ്ട, അവള് ലൂസ്, നിന്നെ കണ്ടാൽ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല എന്താണ് ഒരു ക്യാരക്ടർ എന്ന് എനിക്കറിയില്ലോ. പിന്നീട് ഞാനും പല പ്രാവശ്യം കഥ പറയാൻ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2022 ഞാൻ ലുലു മാളിൽ നിന്ന് വൈനും വാങ്ങിക്കൊണ്ട് ബാലയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ എലിസബത്ത് ഉണ്ട്. ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞാൻ തിരിച്ചു പോകുന്നു. ദെൻ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം എന്നോടൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു. അത് നല്ല രസമാണ് കേട്ടോ. സ്ക്രിപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ശ്രീകാന്ത് നായകനായ ഒരു പണ്ടത്തെ ഒരു പടമുണ്ട്. ആ സമയത്ത് ബാലയുടെ ഒരു പടം കൂടി റിലീസായിരുന്നു, സ്നേഹ ഡബിൾ റോളിൽ വരുന്നത്. ആ ചിത്രത്തിന്റെ പേര് ഞാൻ പിന്നെ പരാമർശിക്കാം, എനിക്കത് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ആ സിനിമയിലെ ക്യാരക്ടറിൽ സ്നേഹ ഒരു പാവം എന്ന് പറയുകയാണെങ്കിൽ, ഭർത്താവ് എന്ത് ചെയ്താലും ഭർത്താവിനെ കീഴ്വഴുന്ന് നിൽക്കുന്നത്. ആ സ്നേഹയുടെ സ്ഥാനത്ത് ബാലയനെ വെച്ചെഴുതാൻ. അപ്പൊ എങ്ങനെ ഞാൻ കഥ എഴുതണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ,
പെണ്ണുങ്ങളാൽ പീഡനം അനുഭവിക്കുന്ന ഒരു നായകൻ, ഭാര്യയുടെ ഡ്രസ്സ് കഴുകിയും ഭക്ഷണം കൊടുത്തും അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരു നായകനായിരിക്കണം ബാല. അതാണ് ബാല എന്നോട് പറയുന്ന കഥ. അത് വെച്ച് ഞാൻ എഴുതിയ സിനിമയാണ് ആമുഖ അരവിന്ദാക്ഷ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ബാല 2-3 വീഡിയോസിൽ ബാലനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയാം, റസ്മിൻ എന്ന് പറഞ്ഞ ഏതാ ഷോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നു ഷോ? ബിഗ് ബോസ്. ബിഗ് ബോസില് എനിക്ക് അവരുടെ പേര് കറക്റ്റ് എന്തായിരുന്നു പേര്? റസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ബാലയുടെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂവിൽ ബാല എന്നെ ചേർത്ത് നിർത്തിയിട്ട് ഇത് എന്റെ റൈറ്ററാണ്, ഞങ്ങളുടെ അടുത്ത് പടം ചെയ്യാൻ പോവാണ്, നല്ല സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് 718 വ്യൂസ് കണ്ടുള്ളൂ. ഇയാള് പടം ചെയ്യില്ലാന്ന് എനിക്ക് പിന്നെ മനസ്സിലായ. ഇയാള് ചതിച്ചെങ്കിൽ ഞാൻ നാണം കെട്ട് പോയാനെ. എന്തോ ഭാഗ്യം. എന്തുകൊണ്ട് ബാലേനെ വെച്ച് ഞാൻ പടം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പുതിയ ഡയറക്ടറാണ്. ഞാൻ എഴുതിയ കഥയ്ക്ക് ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഇതേപോലെ ഒരാളെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്യുമ്പോൾ ആ ചിത്രം വിജയിച്ചാൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ്. ഒരു പുതുമുഖ ഡയറക്ടർക്കും റൈറ്റർക്കുമാണ്. കാരണം ബാല 22 വർഷമായിട്ട് സിനിമാ ഫീൽഡിലുള്ളതാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഹിറ്റുകളൊന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിന് ഒരു ഹിറ്റ് കൊടുക്കാൻ സാധിച്ചാൽ, അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്താൽ എനിക്കൊരു ഹൈപ്പ് ആവുന്ന രീതിയിലാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഏകദേശം ജനുവരിയിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കി ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കാണ്, അവിടെ എലിസബത്ത് ഒന്നുമില്ല. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ലിജേഷിന് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ ദിവസം നമ്മുടെ സീരിയലിലൊക്കെ ഭയങ്കര സ്റ്റാർ ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ശേഷം ബാലയുടെ സുഹൃത്തായ ഒരു സിനിമ ആക്ടറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ പല ഷോർട്സിലും അദ്ദേഹത്തിനെ കാണാൻ പറ്റും. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതേ ദിവസം വൈകിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതാണ് നമ്മുടെ തോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടോ ബാലേരയിൽ തോക്കുണ്ടോ? ബാലേരയിൽ തോക്കുണ്ട്, 2 തോക്കുണ്ട്. അത് ഒന്ന് ഇറങ്ങണാണ് സാധാരണ ചെറുത്, മറ്റേത് ഒറിജിനൽ തോക്കുണ്ട്. ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും. ചിലപ്പോൾ ഈ ബാഗ് ഒട്ടും വെക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കോഗ്രീനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നതും എലിസബത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതും, ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അറിയില്ല. നാളെ പ്രതികളാവുന്നത് ഇവരായിരിക്കും. ഇദ്ദേഹം ഒന്നും പറയില്ല, വേറൊരാളെ വെച്ച് ചെയ്യും. കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ അടുത്ത് കെഞ്ചാനോ ഇതിനെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എലിസബത്തിന്റെ വിഷയത്തിൽ കേട്ടിട്ടില്ലേ? എലിസബത്ത് ആണ് ബാലയുടെ റെമ്യൂണറേഷന് വേണ്ടി ചോദിക്കുന്നത്. ഇത്ര വലിയ ആക്ടറാണ്, അയാൾക്ക് റെമ്യൂണറേഷൻ ചോദിച്ചു വാങ്ങാൻ അറിയില്ല. റെമ്യൂണറേഷന്റെ കാര്യം, എല്ലാ കാര്യം ഞാൻ പറയാം. തോക്കിന്റെ കാര്യം ആദ്യം പറയാം. ഈ തോക്ക് ഞാൻ അന്ന് വന്ന ജനുവരി 2, 3 എന്തോ ആണ് ഞാൻ അദ്ദേഹത്തിന്റെ അവിടെ സ്റ്റേ ചെയ്യുന്നത്. അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ലാറ്റിലുണ്ട്. ബാലയ്ക്ക് ഏതോ ഒരു ഏഷ്യാനെറ്റിന്റെയോ മഴവിൽ മനോരമയുടെയോ എന്തിന്റെ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ എന്നോട് ഫ്ലാറ്റ് ഒന്ന് നോക്കാമോ ലിജേഷ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിവിടെ സാറില്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ലിജേഷ് ഇവിടെ ഇരുന്നാൽ മതി, ഫുഡിന് ഇവിടെ എല്ലാം വേലക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും, ജസ്റ്റ് നീ ഇവിടെ നിന്നാൽ മതി, നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം അന്ന് ആ പ്രോഗ്രാമിന് കാര്യങ്ങൾക്കെല്ലാം പോയിട്ട് ഇദ്ദേഹം രാത്രി വന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ തോക്കുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ എലിസബത്തൊക്കെ പല വീഡിയോയിലും പറയുന്ന ഗസ്റ്റ് ഹൗസ് നമ്മുടെ ഇവിടെ ഈ എടപ്പള്ളി ചെങ്ങമ്പുഴ നഗരക്ക് എത്തുന്നതിനൊക്കെ മുമ്പ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ അവിടേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ 2 തോക്കുണ്ട്. ആ തോക്ക് ഇയാൾ ബാഗ് തന്നു. ആ ബാഗ് എടുത്ത് എന്നോട് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷം അവിടെ ഈ ഗസ്റ്റ് ഹൗസിലെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗസ്റ്റ് ഹൗസില് നേരത്തെ പറഞ്ഞ എന്താണ് പ്രോഗ്രാം, ബിഗ് ബോസ്. ഞാൻ ഈ ചവറ് പരിപാടി ഒന്നും കാണാറില്ല, അതുകൊണ്ടാണ് ഏത് സീസണാണെന്നും അറിയില്ല. ബിഗ് ബോസിലെ ഒരു ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെ ഒക്കെ ഒരു വൈറലായിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി അവിടെ കുറച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ബാല പോയിട്ടുണ്ട്. അവരെല്ലാവരും ഈ തോക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ബാലയുടെ തോക്ക് കണ്ട കുറെ വ്യക്തികൾ, കുറെ സിനിമാ താരങ്ങൾ ബാലയുടെ തോക്ക് കണ്ടിട്ടുണ്ട്. ബാലയുടെ വീട്ടിലെ ഇന്റർവ്യൂവിന് വരുന്ന ചാനലിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് വെളിപ്പെടുത്താം. ഞാൻ വെളിപ്പെടുത്തുമ്പോൾ പല ആളുകളുടെ പേര് പറയേണ്ടി വരും. ഒരു ചാനലിന്റെ, ഒരു പ്രമുഖ ചാനല്, ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഒരു ആങ്കറിനെ പറ്റി ഒരു വിവാദം ഇവിടെ ഇതിനൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു സുപ്രസിദ്ധ സിനിമാ താരമായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ആ ആങ്കർ ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ദേശാഭിമാനിയുടെ അവിടെയുള്ള അവിടുന്ന് ബീർ ബോട്ടിൽ ഹെനിക്കിന്റെ ബോട്ടില് സ്റ്റെപ്പും വെച്ചിട്ട് അതുമേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂ എല്ലാം ഈ തോക്ക് പിടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു തോക്കൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒറിജിനൽ തോക്കല്ല, നമ്മുടെ എയർ ഗൺ പോലത്തെ ഇതുകൊണ്ട് നമ്മള് ബീറും കുപ്പിയുമ്പോൾ ഷൂട്ട് ചെയ്തു. അപ്പൊ മറ്റേ തോക്ക് ചോദിച്ചപ്പോൾ ബാല ആർക്കും കൊടുത്തില്ല. കാരണം അത് പൊട്ടും എന്നാണ് ബാല പറഞ്ഞത്. ബാലയുടെ ഹോം ടൂർ അവരാണ് അത് കവർ ചെയ്തത്. അപ്പൊ ഞാൻ ഇപ്പൊ ആൾക്കാരെ സ്പെഷ്യലായിട്ട് പേര് പറയേണ്ടതാണല്ലോ. അതിൽ ഹോം ടൂറിൽ നിങ്ങൾ എടുത്ത് നോക്കിയറിയാം, ബാലയുടെ ഒരു റൂം മാത്രം ബാല തുറക്കുന്നില്ല. വൈ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പൊ ഇപ്പോൾ 2-3 ദിവസം വന്ന ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ബാലയുടെ ആ റൂമില് കുറച്ച് സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ 2. അതുകൊണ്ടാണ് ആ ഡോർ ലോക്ക് ചെയ്തത്. ഇതിന്റെ മുകളിലെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും എടുത്ത ഹോം ടൂറിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം. അതിൽ ഒരു റൂമിലേക്ക്
ഞാനിപ്പുറത്തേക്ക് മാറി എന്നെ ഒന്നും ആ ഹോം ടൂറിലൊന്നും കാണാൻ പറ്റില്ല. ബാലരയിൽ തോക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ചെകുത്താന്റെ വീട്ടിലേക്ക് ആറാട്ടെണ്ണം തോക്ക് കണ്ടുണ്ട്. പിന്നെ തോക്ക് കണ്ട വ്യക്തികളെ ഞാൻ പറയാം. ഇതേപോലെ തന്നെ പ്രമുഖ ചാനലിലെ ഒരാള് സീക്രട്ട് ഏജന്റ്, അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവര് പറയുമെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ 3 ബെൽറ്റ് ആ പറയുന്ന ടൈമില് ബാലയും ആറാട്ടെണ്ണനും ഞാനും സീക്രട്ട് ഏജന്റിന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയും കൂടി ഒരുമിച്ചെടുത്ത ഫോട്ടോ, ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അന്ന് അതിൽ ഞാനുള്ള ഫോട്ടോ വന്നില്ല, അല്ലാതെ അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ വന്നിട്ടാണ് ബെൽറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ ഒരുവിധ ആൾക്കാർക്കൊക്കെ ബാലേരയിൽ തോക്കുണ്ട് എന്നറിയാം. പിന്നെ ഇതേപോലെ തന്നെ ആറാട്ടെണ്ണൻ ചെകുത്താനോട് പറയുന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് തോക്കുണ്ടായിരുന്നു, തോക്ക് കൊണ്ടുപോയത് ലിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന്. ലിനീഷ് ഞാനല്ല കേട്ടോ, ഞാൻ ലിജേഷ്. ഓക്കെ, ലിജേഷ്. അപ്പൊ ലിനീഷാണ് ഈ തോക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ ബാല തോക്ക് മാറ്റിയെന്ന് നമുക്ക് ഉറപ്പാണ്. ഇപ്പൊ അതിന്റെ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് അതിനെ പറ്റിയുള്ള ബാലയുടെ കയ്യിൽ കൈവശം തോക്കുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു. ഞാൻ എന്റെ കണ്ണാൽ കണ്ടിട്ടുള്ളതാണ്, ഞാനത് കയ്യിലും പിടിച്ചു നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അത് ശരിക്കുള്ളൊരു എന്താ പറയാ നോർമൽ മറ്റേ ഷൂട്ട് ചെയ്യുന്ന മറ്റേ സാധനം എന്നല്ല, ഒറിജിനൽ തോക്കാണ്. അതിന്റെ ലൈസൻസും ഇല്ല. പിന്നെ ബാല മാരിയറ്റില് കാർ ഓടിച്ചു പോയി എന്ന് പറഞ്ഞു. ആ കാർ ഓടിച്ചു പോകുന്നത് കണ്ടിട്ട് എലിസബത്തിന് പേടിയായി എന്ന് പറയാം. ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നു, ബാലയ്ക്ക് 2012 ബാലയുടെ ലൈസൻസ് കട്ടായി കിടക്കണ്ട, ഡ്രൈവിംഗ് ലൈസൻസ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോ, 2012 ബാലയുടെ ലൈസൻസ് കട്ടായി കിടക്കേണ്ടതാണ്. പിന്നെ ഇപ്പോ മിനിഞ്ഞാന്ന് ആള് വന്നിട്ട് ലൈവിൽ എന്താ പറഞ്ഞ്, എനിക്ക് 60-70 വയസ്സുള്ള പെണ്ണുങ്ങളായിട്ട് അമ്മ മേലായിട്ട് വർക്കുണ്ടെന്ന്. ഉണ്ട്, ബാലയ്ക്കുണ്ട്. ഈ ബിഹൈൻഡ് വുഡ്സിന്റെ ഹോം ടൂർ നടക്കുന്ന സമയത്ത് ബാലയുടെ റൂമിന്റെ ഉള്ളിൽ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഒന്ന് പാലക്കാട് നിന്നുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കാര്യങ്ങൾ, അത് അവർ ആ സമയത്ത് ഉണ്ടായിരുന്നല്ല, ബാലയുടെ ഈ ടൂറിന്റെ സമയത്ത് ബാലയുടെ റൂമിലുണ്ടായിരുന്ന സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇവരുടെ പേരും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇനി ഞാൻ ആ പേര് പറഞ്ഞ് പുതിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോ ബാലയ്ക്ക് സ്ത്രീ വിഷയം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട് സ്ത്രീക്ക്. ഞാൻ അവിടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ പല സ്ത്രീകൾ വന്നു കയറുന്നത് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പുറത്തുള്ള സെക്യൂരിറ്റിയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അവിടെയുള്ള തമ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളോട് ചോദിച്ചറിയാം. എലിസബത്ത് എത്ര ദിവസം കരഞ്ഞിട്ട് ചുവന്ന നൈറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയോ? എന്തിനാ ഞാൻ അവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് കഥ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ വീണ്ടും എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ബാലരെ ഇവിടെ ഇരുന്ന് പുറത്തിരുന്ന് കരഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല എന്താ എലിസബത്തെ കാര്യങ്ങൾ, കാരണം എനിക്ക് എലിസബത്തായിട്ട് ഈ സമയത്ത് അത്ര അടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ പല സ്ത്രീകൾ കയറുന്നതും ഇതേപോലെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് വിശദമായിട്ട് അറിയാം. പിന്നെ നിങ്ങളിപ്പോ പറയുന്ന പുറത്ത് തന്നെ ബാല അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. ബാലയ്ക്ക് 6ഉം 60ഉം ഒരേപോലെയാണ്, മനസ്സിലായോ? 6ഉം 60ഉം ഒരേപോലെയാണ്. ഇനി ബാലയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ബാല എനിക്ക് ഇഷ്ടം പോലെ പണി വെച്ചിട്ടുണ്ട്. ഞാൻ ബാലയുടെ അടുത്തുനിന്ന് ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് എലിസബത്തിനെ രണ്ടാമത് ബാല വിളിച്ചു കൊണ്ടു ബാല വോമിറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ തുടർന്ന് പറയാം, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അടുപ്പിച്ചെല്ലാം പറയുമ്പോൾ പല വീഡിയോസിലായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്കും ലാഗ് ആവും. പിന്നെ ബാലയുടെ സ്വഭാവം എന്ന് പറയുകയാണെങ്കിൽ, ഞാനും നിങ്ങളും ബാലയായിട്ട് ഫ്രണ്ട്സാണ് എന്ന് വിചാരിക്കട്ടോ. നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ബാലയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാല ആദ്യം എന്നെ പറ്റിയുള്ള കുറ്റം നിങ്ങളോട് പറയും, നിങ്ങളെ പറ്റിയുള്ള കുറ്റം എന്നോട് പറയും. ഇത് രണ്ടും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അടുപ്പിച്ചിട്ട് ബാല ഇവർക്ക് വേണം മെച്ചാ, ഈ ഒരു ലെവലായിരിക്കും ബാല. ഇതാണ് ബാലയുടെ ഫസ്റ്റ് പരിപാടി. ബാലേനെ ദ്രോഹിച്ച ഞാനൊരു ഉദാഹരണം, ബാല എന്നെ ഏതെങ്കിലും തരത്തിൽ എന്നെ വധിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കും എന്നതിന് ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ബാലയുടെ ആദ്യത്തെ വൈഫ് എന്ന് നമുക്കറിയപ്പെടുന്ന ഒരു കല്യാണ കാര്യങ്ങളെല്ലാം അറിയാം. അതിന്റെ ഇപ്പോൾ ഓൾറെഡി ഇദ്ദേഹം ഒരു വഞ്ചന കേസിൽ കിടക്കാണ് പേപ്പറിൽ. സ്വന്തം മകളുടെ ഒരു ഫോട്ടോ പോലും, ഒരു ടീ കപ്പ് അല്ലാതെ ഒരു സാധനം പോലും ബാലയുടെ ഫ്ലാറ്റിലില്ല. ബാല എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ കുട്ടിക്ക് കൊടുക്കാനുള്ള 12 സംതിങ് എത്രയോ ലക്ഷത്തില് എന്താ പറയാ വഞ്ചന കാണിച്ചു എന്നാണല്ലോ പറയുന്നത്. അതിലെ പേപ്പർ തിരുത്തിയത് കോടതിനെ വരെ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാലയ്ക്ക് ഒരുപാട് ഗുണ്ടായിസം, എറണാകുളത്തുണ്ട്, ഒരുപാട് ഒരു ഗുണ്ടാപ്പട തന്നെയുണ്ട് ബാലയ്ക്ക്. തമിഴ്നാട്ടിലുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ആളർക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് ബാലയുടെ ചാരിറ്റി. നമ്മൾ ഒരുപാട് ഫേസ്ബുക്കിലും കാര്യങ്ങളിലും എല്ലാത്തിലും നമ്മളുണ്ട് ബാലയുടെ ചാരിറ്റി. നമ്മുടെ മേരി ചേച്ചിനെ സഹായിച്ച കാര്യങ്ങളൊക്കെ ആ സമയത്ത് ബാല ഹോസ്പിറ്റലിൽ എടുക്കാം. അപ്പൊ ഈ മേരി ചേച്ചിയുടെ മോൻ ഞാനായിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്നെ അറിയാൻ പറ്റും. മേരി ചേച്ചിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പണം കാര്യങ്ങളെല്ലാം കൊടുത്തതും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോ മേരി ചേച്ചിയുടെ മോൻ 5000 രൂപ വാങ്ങിയിട്ട് പോയി. തൊട്ട് പിന്നാലെ ബാല എന്നോട് പറഞ്ഞത്, എടാ അവൻ എന്നെ പറ്റിക്കാണോടാ, ഇത്രയും കാശൊക്കെ ആവോ മെഡിസിന്? നീ ഒരു കാര്യം ചെയ്യ്, അവൻ തന്ന ലിസ്റ്റ് കൊണ്ട് പാലാരിവട്ടത്ത് സേവനയിൽ പോയി ഒന്ന് കമ്പയർ ചെയ്ത് ചോദിക്കുക എത്ര എമൗണ്ട് ആവും എന്നൊക്കെ പറഞ്ഞ് ബാല നോക്കിയിട്ടുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഈ മേരി ചേച്ചിയുടെ മോൻ എന്നെ പലവട്ടം വിളിച്ചിട്ടുണ്ട്.
സത്യം പറഞ്ഞ ബാലയുടെ പരിപാടി വേറൊന്നുമില്ല. ആര് ചെന്നാലും നിങ്ങൾ ചെല്ലുന്നോ, നിങ്ങൾ വീഡിയോയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു 10,000 രൂപ അദ്ദേഹം ചെയ്യുന്ന എല്ലാ ഒരു ചാരിറ്റി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10,000 രൂപ ബാല എന്ന് പറഞ്ഞ ആള് തരും. അദ്ദേഹം ചാരിറ്റി ആണോ ചെയ്യുന്നത്? വളരെ ഉപകാരമാണ്. ഇന്നത്തെ കാലത്ത് ആരും 10 പൈസ സഹായിക്കാനൊന്നും തയ്യാറാവില്ല. ബാല ചെയ്യുന്ന കാര്യത്തിന് ഞാൻ വളരെയധികം എന്താ പറയാ നല്ലൊരു മനുഷ്യനാണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പിന്നെയാണ് ട്രിക്ക് മനസ്സിലായത്. പരിപാടി എന്ന് പറഞ്ഞാൽ ചാരിറ്റി ഒന്നല്ല, ഇത് പലത് എലിസബത്ത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. US ട്രിപ്പ് അത് ഇതൊക്കെ അങ്ങനെ കുറെ ട്രിപ്പുകളുണ്ട് ബാലയ്ക്ക്. അപ്പൊ ഈ പല സ്ഥലത്തു നിന്ന് വരുന്ന എമൗണ്ട് അല്ല. അപ്പൊ ഞാനും ചിന്തിക്കാറുണ്ട്, ആക്ച്വലി ചാരിറ്റി എല്ലാം വരുന്ന എമൗണ്ടിൽ നിന്നാണ് എനിക്ക് കാർഡ് തന്നിട്ട് ഞാൻ പണം പിൻവലിക്കാറുള്ളത്. ആ പണം കൊണ്ടാണ് ഇവിടെ മദ്യം വാങ്ങി കുടിക്കാറുള്ളത്. അപ്പൊ എനിക്ക് തോന്നിയത് ഈ ചാരിറ്റി കാശിൽ നിന്നാണോ നമ്മൾ കുടിക്കണേ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉപജീവനം അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ബാല ഇപ്പൊ പറയുന്നുണ്ട്, ഉണ്ണിമോഹന്റെ ഇഷ്യൂല് പറയുന്നുണ്ട് എനിക്ക് 1 ഡേയില് 1 lakh ആണ്. ഇദ്ദേഹം എന്നോട് പറഞ്ഞത് തമിഴിൽ ഇദ്ദേഹത്തിന്റെ സാറ്റലൈറ്റ് റേറ്റ് എത്ര 2C ഉണ്ടെന്നാണ് പറഞ്ഞത്. മലയാളത്തിൽ തന്നെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ മൂവീസ് കാണുന്നില്ല. പിന്നെ ഇയാൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഉണ്ണിമോഹന്റെ ഇദ്ദേഹത്തിന് റെമ്യൂണറേഷൻ കിട്ടിയത് 2 lakhs ആണ് കിട്ടിയത്. ഇദ്ദേഹം അത് പാടെ നിഷേധിച്ചു, ഇല്ല എന്നാണ് പറഞ്ഞത്. നികേഷ് കുമാർ സാറായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഡയറക്ടർ അനൂപേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം ദേഷ്യപ്പെട്ട് മൈക്കെറിഞ്ഞ് പോവാണ്. കൂടുതൽ കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴാണ് ബാലചേട്ടാ ഞാൻ ചേട്ടന്റെ ഫ്ലാറ്റിൽ വന്നത്, എപ്പോഴാണ് എനിക്ക് സാലറി കിട്ടിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കള്ളത്തരം പിടിക്കപ്പെടും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇദ്ദേഹം അപ്പൊ തന്നെ ഒരു പാട്ട് പാടും, ഏതെങ്കിലും പാട്ട്. അല്ലെങ്കിൽ ഇയാളുടെ എല്ലാ ഇന്റർവ്യൂ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, എന്തെങ്കിലും ഇയാൾ പറഞ്ഞു തുടങ്ങുന്നത് ഒരു കാര്യമായിരിക്കും. ആക്ച്വലി ചാരിറ്റിയെ പറ്റി തുടങ്ങി ഇയാൾ വേറൊരു വഴിക്ക് പോയിട്ട് തമിഴ്നാട് ഇയാൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞു വന്ന് ഇയാള് ചോദിക്കുന്നത് എന്താ, ഇദ്ദേഹത്തിനോട് ഇപ്പൊ എന്തോ അശ്വന്ത് ഗോക്കായിട്ടുള്ള ഏതൊരു ഇന്റർവ്യൂവിൽ എന്തോ സിനിമ റിവ്യൂവിനെ പറ്റി പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞത് ലേബർ റൂം അറിയോ, ഒരു കുഞ്ഞുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിയോന്ന്. സിനിമാ വ്യവസായത്തിനെ പറ്റി പറയുമ്പോൾ ഇയാൾ കുഞ്ഞുണ്ടാവുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഇദ്ദേഹത്തിന് ഒരു കട്ടായിട്ടാണ് ഇദ്ദേഹം പല പല കാര്യങ്ങളും പറയുന്നത്. ഒന്നിനും ഒരു വ്യക്തതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇയാൾക്കെതിരെ ഒരു ചോദ്യചിഹ്നം വരുമ്പോൾ ഇയാൾ ഇതിനെ മറ്റു രീതിക്ക് തിരിച്ചുവിടുന്ന ഇതാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ ഈ അമൃത ഹോസ്പിറ്റലിൽ ഇദ്ദേഹം കിടക്കുന്ന സമയത്ത് അമൃത ഹോസ്പിറ്റലിനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഡോണേഴ്സിന്റെ കാശും ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ട്, പണം കൊടുത്താണ് അത് നടത്തിയിട്ടുള്ളത്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന്, എന്നെ ഏത് തരത്തിൽ വേണമെങ്കിലും ബാലയ്ക്ക് വധിക്കാമെന്ന്. ഓക്കെ, അത് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ എല്ലാ പേപ്പർ വർക്കും ചെയ്തിരുന്നത് ബാലയുടെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പർ വർക്കും, വില്ലേജ് ഓഫീസിൽ പോയതും ഹൈബീഡിന്റെ അടുത്ത് പോയിട്ട് പേപ്പർ വേണ്ടി, ഇതിന് കാരണം ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഈ പ്രൊസീജിയറിനൊക്കെ ഈ ബാല ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊന്നും കോകില എന്ന് പറയുന്ന ഒരാൾ ആ ഏരിയയിൽ പോലും ഇല്ല. ഞാൻ പോകുന്ന സമയം വരെ ഇല്ല. ആദ്യത്തെ 10 ദിവസം കിടന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ബാലയ്ക്ക്, ഞാനും ബാലയും മാത്രമാണ്. ദെൻ അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു അസിസ്റ്റന്റ് പോലത്തെ ഒരു പയ്യനെ 16 വയസ്സോ 17 വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ടുവന്നത്. അവനെ ഇവിടെ പിക്ക് ചെയ്യാൻ പോയത് ഞാൻ തന്നെയാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബാല വരുന്നത്. അപ്പൊ അന്ന് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് തീരെ ഇദ്ദേഹത്തിന് വയ്യാത്തൊരവസ്ഥയാണ് ഫസ്റ്റ് അഡ്മിറ്റ് ആയപ്പോ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് കൊല്ലത്ത് എനിക്കൊരു ഇനാഗ്രേഷൻ ഉണ്ടെന്ന്, അതിൽ MLA ഒക്കെ പങ്കെടുക്കുന്ന ഒരു കോളേജിന്റെ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ബാല ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, ഡോക്ടർമാരോട് പറഞ്ഞു, ബാല താങ്കളുടെ കണ്ടീഷൻ വളരെയധികം ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ ബാല എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഈ ഇനാഗ്രേഷൻ ഓൾറെഡി എമൗണ്ട് വാങ്ങിയതാണ്, അവിടെ ഞാൻ പോയിട്ട് മൺഡേ വന്ന് അഡ്മിറ്റ് ആയിക്കോളാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ഇവിടേക്ക് പോയി ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട മെഡിസിനും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്തുകൊണ്ടിരുന്നത് ഞാനാണ്. ആദ്യത്തെ 2 ദിവസം അയാൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിരുന്നു. 3-ാമത്തെ 4-ാമത്തെ ദിവസം തുടങ്ങി ഇദ്ദേഹം മറ്റേ വലിയ മദ്യക്കുപ്പികൾ വാങ്ങി വെച്ചു. 3450 മോർഫ്യൂസ് ഒക്കെയാണ് അയാൾ കഴിക്കുക, ബ്ലൂ. എനിക്കറിയില്ല കറക്റ്റ് അതിന്റെ പേരുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ബീർ കഴിക്കാറുണ്ട് എന്നല്ലാതെ അത് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയപ്പോ ഇയാൾ എന്തെങ്കിലും വിചാരിക്കുമോ ഞാൻ ഈ ബീർ കുടിക്കാത്തതുകൊണ്ട് എന്റെ പണം മുടങ്ങിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുടിച്ചതാ. ഓക്കെ, അപ്പൊ അത്തരത്തില് ഇയാൾ പല കാര്യങ്ങളും ഇയാൾ പറയുന്നതെല്ലാം നുണയാണ്. എന്നിട്ട് ഇദ്ദേഹം അവിടെ അഡ്മിറ്റ് ആയില്ല. അതിനുശേഷം ആ ഒരാഴ്ചയില് ബാല ഏകദേശം 3 ഫുൾ കുപ്പിയാണ്ട് തീർത്തു. അതിനെ തുടർന്നാണ് ബാല പിന്നെ വീണ്ടും ഹോസ്പിറ്റലൈസ് ആവുന്നതും നിങ്ങൾ ഈ പറഞ്ഞ മാധ്യമങ്ങളെല്ലാം ഈ കാര്യം അറിയുന്നതും. ഈ മാധ്യമങ്ങളൊക്കെ ഉള്ള സമയത്തും അവിടെ ഈ എലിസബത്തിനെ ഹോസ്പിറ്റലിൽ കയറ്റരുതെന്നാണ് ഇയാൾ പറഞ്ഞത്. എലിസബത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്, ബാലയുടെ O പോസിറ്റീവ് ആണ്. പക്ഷെ ബാല എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ബോയിങ്ങിൽ ലാലേട്ടനില്ലേ, നീ ഇപ്പൊ എന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് റിങ് ഇടുന്ന അതേ പരിപാടിയാണ്. ബാലയ്ക്ക് വേണ്ടത് ഒരു സെർവന്റ് ആണ്, വെറും ഒരു സെർവന്റ് മാത്രമാണ് ബാലയ്ക്ക് വേണ്ടത്. ബാല പല സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട്, എടി നീ എന്നെ വന്ന് നോക്ക്, എന്റെ സ്വത്തും കാര്യങ്ങളും പലരും വിട്ടും ഫ്ലാറ്റെല്ലാം ഞാൻ നിന്റെ പേരിൽ എഴുതി വെക്കാമെന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് പരസ്ത്രീ ബന്ധമുണ്ട്. പല ആളുകളോട് സെയിം ഡയലോഗ് ബോയിങ്ങിലെ ലാലേട്ടനെ പോലെ ഇയാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
അതിന്റെയൊക്കെ തെളിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വരുന്ന രീതിയിൽ ഞാനത് കാണിക്കാം. കാരണം അത് അയാളുടെ പേഴ്സണൽ ലൈഫാണ്. അയാൾക്ക് വേണമെങ്കിൽ മറ്റു വ്യക്തികളായിട്ട് എന്തൊരു ബന്ധം ഉണ്ടാവാം, കുടിക്കാം. ഇതൊക്കെ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ എന്തിനാ അവിടെ ഒന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. അയാൾ അയാളുടെ ഫ്ലാറ്റില് പെണ്ണുങ്ങളെ കയറ്റുന്നതിന് എനിക്കെന്താ പറയാൻ പറ്റുക? അയാൾ പറഞ്ഞ പ്രകാരം ഞാൻ അവിടെ ഇരിക്കുന്നതാണ്. പിന്നെ ബാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബാല പറഞ്ഞ പ്രകാരം ഒരു കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബാലനെ ഹൈപ്പ് ചെയ്ത് ബാല നന്മയുടെ നിറകുടമായി, സ്ത്രീകളുടെ സംരക്ഷകനായി, സ്ത്രീകളെ എല്ലാം ചീത്തയായി ചിത്രീകരിക്കുന്ന ഒരു രീതിയിലാണ് അതിന്റെ കഥ എഴുതി വെച്ചത്. ചീത്തയായി ചിത്രീകരിച്ച് ബാല മാത്രം നല്ലത്, പാവം വീഡിയോയിൽ കാണുന്ന അതേ ബാലയാക്കാനാണ് ബാല ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഞാൻ എഴുതിയതിന്റെ പ്രകാരത്തിൽ ഇദ്ദേഹം തന്നെ പറഞ്ഞ് കുറച്ച് വോയിസ് ക്ലിപ്പ് ഞാൻ ഏകദേശം ഒരു 10 സീൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ 10 സീൻ എഴുതിയതിന് ഇയാളുടെ ഇദ്ദേഹത്തിന്റെ അമ്മേനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് സഡൻലി ലിജേഷ് വാ എന്ന് പറഞ്ഞിട്ട് പൂജാമുറിയുടെ അടുത്ത് വെച്ചിട്ട് എനിക്കൊരു 4000 രൂപ, എനിക്കറിയില്ല ഒരു 4000 ഒരാൾക്ക് എഴുതാൻ കൊടുക്കുക, എനിക്കറിയില്ല. 10 സീൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, പേപ്പറിലാക്കി ടൈപ്പ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് 4000 രൂപ തന്നിട്ടുണ്ട്. അല്ലാതെ അതോടുകൂടി തന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല. 240 കോടി 250 കോടിയൊക്കെ അണ്ണാത്തേരെ ബഡ്ജറ്റാണ് ഇദ്ദേഹത്തിന്. ഈ എന്താ പറയാ, ആക്ച്വലി ഡോണറിന് കൊടുക്കാനുള്ള പൈസ വരെ കൊടുക്കാൻ ബാലേരയിൽ ഇല്ല. ഇതെല്ലാം ചെയ്തത് എന്താ പറയാ, നമ്മുടെ എനിക്ക് ഭയങ്കര ഞാൻ വളരെയധികം എന്താ പറയാ സിരുത്തെ ശിവ, അത് കാരണം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്, സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ മാത്രമേ ഞാൻ വലിയൊരു ഗുണമായിട്ട് കാണുന്നുള്ളൂ. അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ഫുൾ കാര്യങ്ങളും എലിസബത്ത് രണ്ടാമത് വന്നപ്പോൾ ഞാൻ ഈ എലിസബത്തായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അതിന് ചോദിച്ചു, ഡോക്ടർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ വേറെ എന്തെങ്കിലും വിചാരിക്കുമെന്ന് ചോദിച്ചാൽ ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എലിസബത്തിനോട് ചോദിക്കാതെ. എലിസബത്തിനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവർ ചോദിച്ചാൽ എന്താ അങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങളെ പറ്റി എന്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നീട് അവരുടെ വിഷമം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു വട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഈ ബാല പറയുന്ന ആരോപണങ്ങളൊക്കെ ഉള്ള കാശിന് വേണ്ടിയുള്ള ആളാണെങ്കിൽ എന്തിനാണ് ആ സ്ത്രീ തന്നെ? എലിസബത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറോട് നിൽക്കണ്ട, ഡോക്ടർ പൊക്കോ, ഇത് ഫ്രോഡാ, അവസാനം നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ നിങ്ങളെ വലിച്ചെറിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ബാലരെ ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്ര അധികാരിയായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ, നമ്മുടെ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ലിവറും സാധനങ്ങളൊക്കെ ഇതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഇതിന് വീഡിയോ കോള് കാര്യങ്ങളിൽ അമൃതയിൽ അത്രയും ഡോക്ടർമാരും എല്ലാവരും ഇരുന്ന് ഞാൻ, എലിസബത്ത്, പിന്നെ ബാലയുടെ സുഹൃത്തായ ഒരു സിനിമാ താരം, ഞങ്ങൾ ഈ 3 പേരും, ബാലയുടെ ചേട്ടൻ ശിവ അദ്ദേഹവും, പിന്നെ അദ്ദേഹത്തിന്റെ ബാലയുടെ സിസ്റ്റർ ചേച്ചി, ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി വീഡിയോ കോളിലാണ് വന്നത്. അവസാനം ആ ഡോക്ടറോട് ചേച്ചി ചോദിച്ചത് ഇതാണ്, ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. സാറിന്റെ ഡോക്ടറോടാണ് ആ ചേച്ചി ചോദിക്കുന്നത്, ബാലയുടെ ചേച്ചി ചോദിക്കുന്നത്. സാറിന്റെ അനിയനാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നെങ്കിൽ സാർ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഓപ്പറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ബാലയുടെ ചേച്ചി പറഞ്ഞു, അന്ന് സാർ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ വീഡിയോ കോളിന്റെ റെക്കോർഡാണ്. കാരണം ഇതിൽ ഇങ്ങനെ വേറെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഈ പണമൊക്കെ എവിടെ കൈമാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണം മൊത്തം കൈമാറിയത് ചെന്നൈയിലാണ്. 25 lakhs മാറിയത് ചെന്നൈയിലാണ്. ബാക്കി ഈ ഡോണറിനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡോണറിന് വേണ്ടിയിട്ട് ഞങ്ങൾ റൂം നോക്കിയിരുന്നു. പണ്ട് ഉണ്ണിമൂന്ന് താമസിച്ചിരുന്ന അമൃത ഹോസ്പിറ്റലിന്റെ സൈഡിലൊരു വീട് വരെ ഞങ്ങൾ പോയി നോക്കിയിരുന്നു. അവിടുത്തെ പല രാഷ്ട്രീയക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ബാലയുടെ പല പേപ്പർ വർക്കും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊക്കെ നോക്കി അതിനുശേഷം 25 ലക്ഷം അദ്ദേഹത്തിന് കൊടുക്കണം, ഡോണറിന് കൊടുക്കണം. കാരണം ഈ ഡോണറിന് ഇവർക്ക് യാതൊരു പരിചയമില്ല, ഒരു പരിചയമില്ലാത്ത ഒരാളാണ് കൊടുക്കാൻ വന്നത്. ഞാൻ കൊടുക്കും, എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഒരാൾക്ക് വേണ്ടിയിട്ട് എന്റെ ലിവറോ സാധനങ്ങളൊന്നും കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല, എത്ര കാശ് കിട്ടില്ല. കാരണം അത് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സർജറിയാണ്. ഈ കൊടുക്കുന്ന ആളും ചെയ്യുന്ന ആളും ഉണ്ടാവുന്നൊന്നും ഒരു ഉറപ്പില്ല. അതേപോലെ വരുന്നത് തയ്യാറാകുമ്പോൾ ഈ പറഞ്ഞ ഡോണർ വന്നിരുന്നു, പണമൊന്നും വാങ്ങിയിട്ടില്ല, ബാലസാർ എന്നെ സഹായിച്ചിട്ടില്ല, അതങ്ങനെയാണല്ലോ വരുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ലീഗലായിട്ട് എന്റെ ഇത് കൊടുത്തു, എന്റെ ഹൃദയം കൊടുത്തു, എന്റെ കൈ കൊടുത്തു, കാല് കൊടുത്തു എന്നിട്ട് ആരെങ്കിലും എഗ്രിമെന്റ് എഴുതോ? ഇല്ല. അപ്പൊ ഇത് എനിക്ക് തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറിവുള്ള കാര്യം. പേപ്പർ വർക്ക് ചെയ്ത് ഞാനാണ് ബാലരെല്ലാം, ഓപ്പോസിറ്റ് ഡോണറുടെ എല്ലാം ചെയ്തത് ഞാൻ ഈ പറഞ്ഞ ബാലയുടെ സുഹൃത്തായ സിനിമ ആക്ടർ. ഓക്കെ, അദ്ദേഹം കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ശരിക്കും നല്ല രീതിയിലുള്ള എല്ലാ തരം തട്ടിപ്പും നടന്നിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള തട്ടിപ്പ്. ഇത് എവിടെ തുറന്നു പറയാനും ഞാൻ തയ്യാറാണ്. ഇത് എലിസബത്തിന് അറിവുള്ളതാണ്, ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം. ഈ ബാലരുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആകെ 5 പേരുള്ളൂ. ഈ പറഞ്ഞ ഞാൻ, എലിസബത്ത്, പിന്നെ ബാലയുടെ സുഹൃത്തായ ഇത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എലിസബത്തും ക്രിസ്ത്യാനിയാണ്. ഞങ്ങൾക്കറിയില്ല എന്തിനാണ് ഈ 2023 പെസഹവ്യാഴവും ദുഃഖവെള്ളിയും ഈശ്വരൻ കളഞ്ഞ് ഞാൻ ഇയാളുടെ അടുത്തിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അറിയാനും ചിലപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കാം. ഇതൊരു കർമ്മ എന്നൊക്കെ പറയില്ലേ, ഒരു കാരണം, ചിലപ്പോൾ അതായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ വരും വീഡിയോയിൽ അതെല്ലാം പറയുന്നതാണ്. എന്റെ ചാനൽ കട്ടാവുമെന്ന് അറിയില്ല, ഇനി ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ഈ പറയുന്നതല്ല, ഞാൻ കണ്ടതാണ്, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇതെല്ലാം സത്യമാണ്. ഇത് എവിടെ പറയാനും ഞാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിലായിട്ട് ഞാൻ പറയാം, കാരണം എനിക്കിതൊരു വലിയ ഗ്രാഹ്യമില്ല എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും. അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് ചെയ്തു വിടാം. ഓക്കെ.